ഈ അരി കുതിർത്തി അരച്ചാലേ ഇത് നന്നായി കിട്ടും എന്നൊക്കെ ആരാ പറഞ്ഞേ? നമ്മുടെ അരിപ്പൊടിയും കൊണ്ട് വെറും 10 മിനിറ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റൂന്നേ. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് നല്ല പോലെ തന്നെ അങ്ങ് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ശർക്കരപ്പാനി റെഡിയാക്കാം. 1/4 കപ്പോളം ശർക്കര പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി തിളയ്ക്കുമ്പോൾ ആ ചൂടോടെ തന്നെ നേരിട്ട് ഈ അരച്ചു വെച്ച മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത്രയും ലൂസായിട്ടാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കുറച്ച് തേങ്ങാ കൊത്തിട്ട് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിലേക്കിട്ട് ഒരു 10 മിനിറ്റ് വച്ചാലുണ്ടല്ലോ, കണ്ടോ നമ്മുടെ കലത്തപ്പം റെഡി. നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ആക്കിയാൽ മതി കേട്ടോ. സെറ്റാന്ന്, അടിപൊളിയാ.